CPIM-നെ പുതിയ കാലത്ത് നയിക്കാൻ കോടിയേരി ബാലകൃഷ്ണന് മൂന്നാം ഊഴം. ഇപ്പോൾ CPIM-ലെ ഏറ്റവും ജനപ്രിയ മുഖങ്ങളിൽ ഒന്നായി നിൽക്കുന്നു എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണനെ കൂടുതൽ സ്വീകാര്യനാക്കി മാറ്റുന്നത്. വികസന നയരേഖ ഇപ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ നയങ്ങൾ, ഈ നയരേഖയിലെ നയങ്ങൾ പാർട്ടി പരിപാടിയോട് ചേർന്നുള്ള നയപരിപാടിയായി ഉറപ്പിക്കേണ്ട, അത് നടപ്പിലാക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വത്തോടു കൂടിയാണ് മൂന്നാം ഊഴത്തിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. വിഭവ സമാഹരണത്തിന് സംസ്ഥാന താൽപര്യം ഹനിക്കാത്ത വിധത്തിലുള്ള മൂലധനങ്ങളെ സ്വീകരിക്കണം എന്ന രേഖയുടെ സമീപനത്തോട് പ്രതിനിധികൾ യോജിക്കുകയാണ് ചെയ്യുന്നത്. വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതായത് ഇപ്പോൾ വികസന നയരേഖയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് സംസ്ഥാന താൽപര്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നടപ്പാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പരിപാടികളോട് ചേർന്നുള്ള നയപരിപാടിയായി ഈ നയരേഖയെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹം തന്റെ അഭിസംബോധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്തരമൊരു രേഖ 6 മാസത്തിനുള്ളിൽ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിക്കും. സ്ത്രീപക്ഷ കേരളം സൃഷ്ടിക്കുന്നതിന്, സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനും ഉതകുന്ന ഇടപെടലുകൾ സമൂഹത്തിൽ ഉണ്ടാകണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നു. സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും തുല്യ പദവി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് ആവശ്യമായ നേതൃത്വം ഗവൺമെന്റ് നൽകണം എന്നുള്ള നിർദ്ദേശവും പ്രതിനിധികൾ ഉന്നയിക്കുകയുണ്ടായി. സ്ത്രീകളെ രണ്ടാംകിടം ആയി കാണുന്ന സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നതാണ് പ്രധാനമായ പ്രശ്നം. അതിൽ ആശയപ്രചരണം വഴി തന്നെ കൂടുതൽ ഇടപെടേണ്ടതുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ സവിശേഷ പ്രാധാന്യത്തോടുകൂടി ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. നവകേരള സൃഷ്ടിക്ക് വേണ്ടി സജീവമായി മുന്നോട്ട് പോകണമെങ്കിൽ പാർട്ടി ആകെ ഇതിനു വേണ്ടി സജ്ജമാക്കണം. കേരളത്തിലെ പാർട്ടിയുടെ ആകെ അണികൾ ഈ നയരേഖയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. അതിനുവേണ്ടി 2022 മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടി കോൺഗ്രസിന് ശേഷം എല്ലാ പാർട്ടി ഘടകങ്ങളിലും ഈ രേഖ വിശദീകരിക്കുന്നതാണ്. ഉപരിഘടകങ്ങളിലെ സഖാക്കൾ പങ്കെടുത്തുകൊണ്ട് ബ്രാഞ്ച് തലം വരെ ഈ രേഖ വിശദീകരിക്കും. മറ്റ് ഘടകകക്ഷികൾക്ക്, LDF-ന്റെ ഘടകകക്ഷികൾക്ക് ഈ രേഖ നൽകും. അവരുടെ അഭിപ്രായങ്ങളും സ്വീകരിക്കും. അങ്ങനെ പൊതുസമൂഹത്തിന്റെ ഒരു അഭിപ്രായ രൂപീകരണമാക്കി മാറ്റാൻ പരമാവധി പാർട്ടി മുൻകൈയെടുക്കും. ഒരു വർഷം കൊണ്ട് ദേശാഭിമാനി വരിക്കാരുടെ എണ്ണം 10 ലക്ഷമായിട്ട് ഉയർത്തണം എന്ന് സമ്മേളനം തീരുമാനിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പങ്കെടുത്തുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഏരിയ കമ്മിറ്റി യോഗം ചേരണം. ജില്ലാ കമ്മിറ്റി അംഗം പങ്കെടുത്തുകൊണ്ട് 6 മാസത്തിലൊരിക്കൽ ലോക്കൽ കമ്മിറ്റി യോഗം ചേരണം. ഒരു ഏരിയ കമ്മിറ്റി അംഗം പങ്കെടുത്തുകൊണ്ട് മാസത്തിൽ 1 തവണ ബ്രാഞ്ച് യോഗം ചേരണം. പാർട്ടി അനുഭാവികളുടെ യോഗങ്ങൾ 6 മാസത്തിലൊരിക്കൽ സംഘടിപ്പിക്കണം. ഇത് ലോക്കൽ അടിസ്ഥാനത്തിലാണ് സംഘടിപ്പിക്കേണ്ടത്. ആ യോഗത്തിൽ സംശയങ്ങൾ ഉന്നയിക്കാൻ അവസരം കൊടുക്കണം. സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഉപരിഘടകത്തിൽ നിന്ന് പോകുന്ന ആളുകൾ തയ്യാറാവുകയും വേണം. EMS അക്കാദമി വഴി എല്ലാ പാർട്ടി അംഗങ്ങൾക്കും ഉയർന്ന രാഷ്ട്രീയ പഠന ക്ലാസുകൾ നൽകണം എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ വെർച്വൽ പരിപാടികളായിട്ടാണ് ആദ്യഘട്ടത്തിൽ നടത്തുക.
മഹിളാ അംഗസംഖ്യ 25% ഉയർത്തണം. ഒരു വർഷം കൊണ്ട് ഈ ലക്ഷ്യം നേടണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. NREG തൊഴിലാളികൾ, കുടുംബശ്രീ, അസംഘടിത തൊഴിലാളികൾ, ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, തോട്ടത്തൊഴിലാളികൾ, ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ജീവനക്കാർ, സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ, ഇവരുടെ പ്രശ്നങ്ങൾ പ്രത്യേകം ഏറ്റെടുക്കണം. അതിന് പാർട്ടി തന്നെ മുൻഗണന കൊടുക്കണം. EMS അക്കാദമി, AKG പഠന ഗവേഷണ കേന്ദ്രം, നായനാർ അക്കാദമി, ജില്ലകളിലെ പഠന ഗവേഷണ കേന്ദ്രങ്ങൾ ഇവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് വിപുലമായ ആശയ പ്രചരണവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും നൽകണം. മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിൽ സമ്മേളനം വലിയ ഉത്കണ്ഠയാണ് പ്രകടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറിയായി മൂന്നാം ഊഴമാണ് കോടിയേരി ബാലകൃഷ്ണന്. കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പാർട്ടി കോൺഗ്രസിന് ശേഷമായിരിക്കും നയരേഖ എല്ലാം പാർട്ടി ഘടകങ്ങളിൽ വിശദീകരിക്കുമെന്ന് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം നടത്തുന്ന ഒരു ആഹ്വാനം പ്രവർത്തകരോടാണ്. അണികൾ ഈ നയരേഖ ഉൾക്കൊണ്ട് അത് പ്രവർത്തിക്കണം, പാർട്ടി യോഗങ്ങൾ കാര്യക്ഷമമാക്കണം എന്നുള്ളതുമാണ്. സ്ത്രീപക്ഷ കേരളത്തിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനെക്കുറിച്ചും കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു. നവകേരളം യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള നടപടികളിലേക്കും പാർട്ടി കടക്കുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഒരു സാംസ്കാരിക ഇടപെടൽ രേഖയും പാർട്ടി തയ്യാറാക്കുന്നുണ്ട്. ഇതിനകം 1100ഓളം വീടുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ച് ഏൽപ്പിച്ചിട്ടുള്ളത്. 1000 വീടുകൾ കൂടി ഒരു വർഷം കൊണ്ട് നിർമ്മിക്കണമെന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പരിപാടികൾ ലോക്കൽ കമ്മിറ്റികൾ വഴി സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന നിഷേധാത്മകമായ നിലപാടുകൾ തുറന്നു കാണിക്കാൻ മെയ് മാസത്തിൽ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഒരു കളിസ്ഥലം ഉണ്ടാക്കി കായിക രംഗത്ത് പ്രത്യേകം ഇടപെടാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കൊപ്പം പാർട്ടി സ്പോർട്സ് രംഗത്തുള്ളവരെ അണിനിരത്തിക്കൊണ്ട് പ്രവർത്തിക്കും. ഭാവി കടമകൾ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള 30 പരിപാടിയാണ് സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിട്ടുള്ളത്. സമ്മേളനം അംഗീകരിച്ച പ്രമേയങ്ങൾ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത്. സമ്മേളനം എടുത്ത മറ്റു തീരുമാനങ്ങൾ ഇതിനകം തന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 88 അംഗ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. 89 പേരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളത്. അതിലൊരു പോസ്റ്റ് വേക്കന്റായി വെച്ചിരിക്കുക. അത് പിന്നീട് കോപ്റ്റ് ചെയ്യും. 2 പേരെ ക്ഷണിതാക്കളായിട്ട് ഉൾപ്പെടുത്തി. ജോൺ ബ്രിട്ടാസിനെയും ബിജു കണ്ടക്കയെയും. പ്രത്യേകം ക്ഷണിതാക്കളായി സഖാക്കൾ VS അച്യുതാനന്ദൻ, വൈക്കം വിശ്വൻ, P കരുണാകരൻ, ആനത്തലവട്ടം ആനന്ദൻ, MM മണി, KJ തോമസ് എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൺട്രോൾ കമ്മീഷന്റെ ചെയർമാനായി N ചന്ദ്രനെ കൺട്രോൾ കമ്മീഷൻ 5 അംഗ കൺട്രോൾ കമ്മീഷനാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. 5 പേർ: 1 N ചന്ദ്രൻ, 2 അബ്ദുൾ ഖാദർ തൃശൂർ, 3 C അജയ്കുമാർ തിരുവനന്തപുരം, ജയൻ ബാബു കൊല്ലത്ത്, ജയമോഹൻ കൊല്ലം, പുഷ്പാദാസ് അഡ്വക്കേറ്റ് പുഷ്പാദാസ് എറണാകുളം. കമ്മീഷനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. 16 അംഗ
സെക്രട്ടേറിയറ്റ് 17 അംഗ സെക്രട്ടേറിയറ്റായി ാണ് ഇത്തവണ തെരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ 16 അംഗ സെക്രട്ടേറിയറ്റായിരുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് കമ്മിറ്റി യോഗം കൂടി ഇന്ന് തെരഞ്ഞെടുത്തത് പിണറായി വിജയൻ, EP ജയരാജൻ, PK ശ്രീമതി, തോമസ് ഐസക്, AK ബാലൻ, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്. പുതുതായി 8 പേരെയാണ് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. KK ജയചന്ദ്രൻ ഇടുക്കി, ആനാവൂർ നാഗപ്പൻ, VN വാസവൻ, സജി ചെറിയാൻ, M സ്വരാജ്. CPIM സംസ്ഥാന സെക്രട്ടറിയായി 3-ാം ഊഴം കോടിയേരി ബാലകൃഷ്ണന്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നതിന് തത്സമയ സംപ്രേഷണത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അനിൽകുമാറിനെ നിങ്ങൾ അറിഞ്ഞില്ലേ? പറഞ്ഞേക്കാം, അനിൽകുമാറും പങ്കെടുത്തിട്ടുണ്ട്. കോട്ടയം ഏതാ ഇങ്ങോട്ട് വാ, കേൾക്കുന്നില്ല. വനിതകൾ ഒരാളുണ്ട്, പുതുതായിട്ടില്ല. ഏതാ? കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആരാ? 3 പേരുണ്ട് പുതുതായിട്ട് വന്നിട്ട്. സലീക, KK ലതിക. ഞങ്ങളെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. ആരാ? കമ്മിറ്റിയിൽ ഒരാൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം. അദ്ദേഹത്തിന് മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ പുതുതായിട്ട് 8 പേരെയാണ്. എടുക്കാൻ പറ്റുന്ന കുറേ അധികം ആളുകളുണ്ട്. എല്ലാവരെയും ഒറ്റയടിക്ക് കമ്മിറ്റിയിൽ എടുക്കാൻ കഴിയില്ല. ഏവറേജ് പ്രായം നോക്കിയിട്ടില്ല, നോക്കിയിട്ട് പിന്നെ പറയും. ഇപ്പൊ എടുത്തിട്ടല്ലേ ഉള്ളൂ. അല്ല, എന്നെയാണിപ്പോ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എന്ത് വ്യാഖ്യാനം വേണേ കൊടുക്കാം. ഏതാ? പാർട്ടി കോൺഗ്രസിലേക്ക് 175 പ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 175 പേര്. ലിസ്റ്റുണ്ട് ഇവിടെ, വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ പ്രതിനിധികളുടെ ലിസ്റ്റ്. അതൊക്കെ 175 പേരൊക്കെ ഇങ്ങോട്ട് കൊടുക്കുമോ? വെറുതെ വാങ്ങുവാന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനായിരിക്കും. എന്താ ഇല്ലേ? എന്താ ഗുണം കിട്ടും? എന്താ വരുമെന്ന് പറയാൻ പറ്റുമോ? അജയ് ഘോഷ് സാധാരണഗതിയിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. അത് ഏതാ? അതുകൊണ്ടല്ല, അതിപ്പോ സ്റ്റേറ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ട് പുതിയൊരാൾ വരുന്ന സാധാരണഗതിയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. ഏതാ? അതൊക്കെ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് വിട്ടുതാ, നിങ്ങളതിനെല്ലാം തീരുമാനിക്കല്ലോ. ഏതാ? അങ്ങനെ ജില്ലകൾക്ക് ഇത്ര മെമ്പറൊന്നും കോട്ടയില്ല. ഓരോ ജില്ലക്കും ഇത്ര സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്നുള്ള കോട്ടയില്ലാത്തതുകൊണ്ട് അങ്ങനെ എടുക്കാൻ സാധിക്കില്ല. ഏതാ? അതുകൊണ്ടല്ലേ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ അവിടുന്ന് 2 ആൾ വന്നില്ലേ? തോമസ് ഐസക്കുമായി സജി ചെറിയാനുമായി. ഒഴിവാക്കപ്പെട്ട നേതാക്കന്മാർക്ക് എല്ലാവർക്കും ചുമതല കൊടുക്കും.
ഇപ്പോൾ ഇവിടെ തന്നെ ഒഴിവാക്കപ്പെട്ട 5 പേരെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ലേ പ്രത്യേക ക്ഷണിതാക്കളായി? സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒഴിവാക്കപ്പെടുന്നവർക്കെല്ലാം ചുമതലകൾ നിശ്ചയിച്ചു കൊടുക്കും. സെക്രട്ടറിയേറ്റ് എല്ലാവരെയും പരിഗണിക്കാൻ സാധിക്കില്ല. നിശ്ചിത ആളെ മാത്രമേ സെക്രട്ടേറിയറ്റിൽ എടുക്കാൻ സാധിക്കൂ. നിങ്ങൾ കുറേ ആളെ പേര് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് വരാത്തതുകൊണ്ട് നിങ്ങളതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലത് കുറച്ച് ശരിയായിട്ടുണ്ടാവും. കുരുടൻ്റെ അടി പോലെ ചിലത് അടിക്കുന്നുണ്ട്. അപ്പോൾ അടിയിൽ ചിലത് ശരിയായി കിട്ടും. ആർക്ക്? ജി സുധാകരൻ പാർട്ടി നേതാവ് തന്നെയല്ലേ? അദ്ദേഹത്തിന് ഉത്തരവാദിത്വം പാർട്ടി കൊടുക്കും. പാർട്ടി ആർക്ക്? പാർട്ടി പ്രസിദ്ധീകരണത്തിന് ചുമതല ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും നിങ്ങളൊന്ന് ഞങ്ങൾക്ക് വിട്ടുതരണം. അതൊക്കെ നിങ്ങളുടെ ഒരു കഥ എഴുത്താണത്. തുടർ സെക്രട്ടറിയോ? സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു സെക്രട്ടറി ആയിട്ട് ഒരാളെ 3 ടേം വരെ തിരഞ്ഞെടുക്കാം. 3 ടേമിൽ അധികം പാടില്ല. അതാ സംസ്ഥാന കമ്മിറ്റി 3 ടേമായ 2 ടേം എന്നെ കഴിഞ്ഞു, 3ാമത്തെ ടേം എന്നെ തിരഞ്ഞെടുക്കും. അത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എന്നിലുള്ള ഒരു വിശ്വാസം പ്രകടിപ്പിച്ചതാണ്. അത് ഞാൻ അംഗീകരിക്കും. സംസ്ഥാന കമ്മിറ്റിയിൽ എൻ്റെ പേര് നിർദ്ദേശിച്ചത് സഖാവ് പിണറായി വിജയനാണ്. പിന്താങ്ങാൻ കുറേ ആൾ ഒന്നിച്ചു ചേർന്ന് പിന്താങ്ങിയിട്ടുണ്ട്. ആരും പുതിയ പേര് വേറെ പേര് പറഞ്ഞിട്ടില്ല. ആരെ? അല്ല, നിങ്ങൾ പറഞ്ഞ കാരണത്താൽ എല്ലാ അയാളെ പേരിൽ നടപടിയെടുത്തത്. പാർട്ടി സംഘടനാ രീതിയിൽ ലംഘിച്ചതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. അദ്ദേഹം ചില അഭിപ്രായങ്ങളെന്ന് പാർട്ടി അംഗീകരിക്കാത്ത പരസ്യമായ ചില അഭിപ്രായ പ്രകടനം നടത്തി. അതിന്റെ പേരിലാണ് നടപടിയെടുത്തത്. നിങ്ങൾ പറഞ്ഞ കാരണത്തിന്റെ പേരിലല്ല. ശരി, ഇനി ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ വരും. കാര്യമായ ചോദ്യം ഇല്ലാതിരിക്കുമ്പോൾ എന്താ നിർത്തിക്കൂടെ? ഈ ധൈരേഖ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പരസ്യപ്പെടും. അത് സംബന്ധിച്ച് ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്യും. അവരുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്തും. വിദഗ്ധ വ്യക്തികളുമായിട്ട് സംസാരിക്കും. മാധ്യമങ്ങൾ തരാം. ഇതിന്റെ ചില കറക്ഷൻസ് കൂടി വരുത്തി തരാം. ഇതൊരു രഹസ്യരേഖയൊന്നുമല്ല, തരുന്നതിന് പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ മാധ്യമ പ്രവർത്തകന്മാരെല്ലാം ഞങ്ങളുടെ സമ്മേളനത്തെ നല്ല നിലയിൽ സഹായിച്ചു. പാർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ജനങ്ങൾക്ക് ലഭ്യമാകത്തക്ക വിധത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറേ വർഷത്തിന് ശേഷം നിങ്ങളും ഞങ്ങളൊരു മാറ്റം വരുത്തതായിട്ട് തോന്നും. ഞങ്ങൾക്ക് മാറ്റം വന്നതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് വളരെ പ്രകടമാണ്. അതുകൊണ്ട് ഈ സൗഹൃദം നമുക്ക് തുടരണം. പാർട്ടിയും മാധ്യമ പ്രവർത്തകന്മാരും തമ്മിലുള്ള സഹകരണം, സൗഹൃദം തുടരണം. അല്ലാതെ ചില പ്രത്യേക കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം മാറിയിട്ടുണ്ട്. ഈ മാറിയ അന്തരീക്ഷം നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണകരമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അത് കൊടുക്കുക. ശരിയായ വാർത്തകൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുക. അതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും, ഈ സമ്മേളനത്തിൽ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈകുന്നേരത്തെ സമ്മേളനത്തിൽ എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. CPIM സംസ്ഥാന സെക്രട്ടറിയായി 3ാം ഊഴത്തിന് കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറാകുന്നു. അദ്ദേഹം
മാധ്യമ പ്രവർത്തകരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയിലെ വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ, പാർട്ടിയിലെ സമൂലമായ അഴിച്ചുപണിയുടെ വിവരങ്ങളെല്ലാം അദ്ദേഹം നൽകുകയായിരുന്നു. പുതുമുഖങ്ങൾ കൂടുതലായി വരുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു തലമുറ മാറ്റം പാർട്ടിയിൽ വരുന്നു. അതോടൊപ്പം തന്നെ നയരേഖയുടെ വിശദാംശങ്ങളൊക്കെ തന്നെ ബ്രാഞ്ച് തലത്തിൽ വിശദീകരിക്കപ്പെടും. അതിന്റെ വിശദാംശങ്ങളെല്ലാം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അതെ, ഇത്തവണ ഏറ്റവും പ്രത്യേകത ഈ തലമുറ, ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തലമുറ മാറ്റം തന്നെയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിൽ 16 പുതുമുഖങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ M സ്വരാജ്, PK ബിജു, മുഹമ്മദ് റിയാസ് അടക്കമുള്ള ഒരു യുവനിര വരുന്നു, ചെറുപ്പക്കാരുടെ ഒരു നിര വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതുപോലെ തന്നെ 13 വനിതകൾ ഇപ്രാവശ്യം സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഇതൊരു പുതിയ അനുഭവം നൽകാൻ പോകുന്നു, ഒരു പുതിയ മുഖവുമായി പാർട്ടി വരുന്നു എന്നതിൻ്റെ സൂചനകളാണ് വന്നിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക.